ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരാണ കഥാപാത്രത്തെക്കുറിച്ചാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, ശ്രീകൃഷ്ണൻ. സ്വയം സന്തോഷിച്ച് ജീവിച്ചു, തനിക്ക് ചുറ്റുമുള്ളവരെ ആനന്ദത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഇന്നും നമ്മെ എല്ലാവരെയും ആഹ്ലാദത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ മഹത്വം. കംസൻ്റെ കാരാഗൃഹത്തിൽ കഴിയുന്ന ദേവകിക്കും വസുദേവനും കൂടി ജനിച്ച പുത്രനാണ് കൃഷ്ണൻ. അവരുടെ 8ാമത്തെ പുത്രനാണ്. അപ്പോൾ കൃഷ്ണൻ ജനിക്കുമ്പോൾ അർദ്ധരാത്രിയാണ്, കോരിച്ചൊരിയണ മഴയാണ്. അപ്പോൾ വസുദേവർക്ക് ഒരു അശരീരി കേൾക്കായി. അപ്പോൾ ഈ കുഞ്ഞിനെ എത്രയും വേഗം കൊണ്ടുപോയി ഗോകുലത്തിൽ അമ്പാടിയിൽ നന്ദഗോപരുടെ വസതിയിലാക്കുക, അവിടെ യശോദ പ്രസവിച്ചിരിക്കുന്ന പെൺകുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊരു കൽപ്പന കിട്ടി. അങ്ങനെ വസുദേവർ കുട്ടിയെ എടുത്ത് വാതിൽക്ക ചെല്ലുമ്പോൾ വാതിലൊക്കെ താഴ്ത്ത് പൂട്ടിയേക്കാം, അത് താനേ അങ്ങോട്ട് തുറക്കണു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാവൽക്കാരെല്ലാവരും ഉറങ്ങിക്കിടക്കണു. അർദ്ധരാത്രിയാണല്ലോ. അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. എന്നിട്ടും വസുദേവർ ഇങ്ങനെ പോവുക. ആ പോണ വഴിക്ക് മാത്രം മഴയില്ല. അവിടെ ചെന്നപ്പോൾ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ കണ്ടു തൊട്ടില്ല. താൻ കൊണ്ടുവന്ന ആൺകുട്ടിയെ അവിടെ കിടത്തിട്ട് ഈ പെൺകുഞ്ഞിനെ എടുത്തിട്ട് വസുദേവരെ വന്ന വഴിയെ മടങ്ങി രാത്രിക്ക് രാത്രി കാരാഗൃഹത്തിൽ കയറി കുട്ടിയെ ദേവയുടെ അടുത്ത് കിടത്തും ചെയ്യും. അതോടുകൂടി വാതിലുകളൊക്കെ അടയണു, കയ്യിൽ ചങ്ങല പഴയ പോലെ വീണു, കാവൽക്കാരെല്ലാം ഉണരുക, അങ്ങനെ ചെയ്യണു. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോഴും കാവൽക്കാരൊക്കെ ഓടി വന്നപ്പോൾ ദേവകി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കംസനെ വിവരം അറിയിക്കണം എന്നാണ്. ദേവകി പ്രസവിക്കുമ്പോഴൊക്കെ കംസനെ ഉടനെ വിവരം അറിയിക്കണം. അങ്ങനെ അറിയിച്ചപ്പോഴും കംസൻ ഊട്ടി വന്നിട്ട് ഈ കുട്ടി അങ്ങോട്ട് കാലിന് വലിച്ചു പിടിക്കുക, അടിച്ചിട്ടാ കൊല്ലുക കംസൻ. ഇങ്ങനെ ഓങ്ങുമ്പോഴേക്കും ഈ കുട്ടി അങ്ങോട്ട് കയ്യിൽ നിന്ന് തെറിച്ച് ആകാശത്ത് പോയി നിൽക്കും. 8 തൃക്കൈയിലും ആയുധജാലമായി കംസൻ കരയിൽ നിന്നു പൊങ്ങി എന്നാണ് പറയണേ. കംസൻ്റെ കയ്യിൽ നിന്ന് പൊങ്ങിയിട്ട് 8 കയ്യിലും ആയുധങ്ങൾ എന്ത് ചെയ്ത ദേവിയുടെ രൂപമാണ്. കംസൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ ഈ മഹാമായ ദേവി പറയണേ, പരാക്രമ സ്ത്രീകളോടല്ല കംസ വേണ്ടത്, നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മഹാമായ മറയും. കംസനായ ഭ്രാന്താവും. ഉടനെ കാവൽക്കാരോടും പട്ടാളക്കാരെയൊക്കെ വിളിച്ച് കൽപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എന്താ വെച്ചാൽ ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്ന് കൽപ്പനയുണ്ട് എന്ന് എനിക്ക് മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ മധുരാപുരിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ച് കളഞ്ഞേക്കാൻ പറയും. അങ്ങനെ ഈ കിങ്കരന്മാരൊക്കെ കൂടെ ഓടി നടന്ന് പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ വധിച്ച് കളയുന്നു. പക്ഷേ രഹസ്യ വിവരം പിന്നെയും കിട്ടുകയാണ് കംസന്. തൻ്റെ അന്തകൻ ജീവിച്ചിരിപ്പുണ്ട് ഗോകുലത്തിൽ എന്ന് വിവരം കിട്ടുന്നു. അപ്പോൾ അവിടെ ഗോകുലത്തിൽ കൃഷ്ണൻ കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. ആ എന്താ പറയുക, ഉണ്ണികൃഷ്ണനെ കണ്ടിട്ട് അത്രയും മനോജ്ഞമായ രൂപമാണ്. ആ കുട്ടി ഇങ്ങനെ വളർന്ന് വരികയാണ്. ഏകദേശം ഒരു മുട്ടുകുത്തണ പ്രായവും അതും കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ആദ്യത്തെ കിങ്കരനെ അങ്ങോട്ട് അയക്കുന്നത്. ഒരുപാട് പേരുണ്ട് കംസന സിൽബന്ധികളായിട്ട്. ശകടാസുരൻ, അയാളെയും കൃഷ്ണൻ കൊന്നു. പിന്നെ തൃണാവർത്തൻ, അഗൻ, ഭഗൻ, ഇങ്ങനെ വത്സൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മായാവികളായ അസുരന്മാരെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാവരെയും കൃഷ്ണൻ അങ്ങോട്ട് വകവരുത്തും. അപ്പോഴേക്കും കൃഷ്ണൻ വലുതായി, കുറച്ച് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആയി. കാണാനാണെങ്കിൽ സുകുമാര കളേബരൻ, അത്യന്തം സുന്ദരമായിട്ടുള്ള മുഖം, ചുരുണ്ട അളകങ്ങൾ. കണ്ടാൽ മതി, കൃഷ്ണനെ കണ്ടാൽ മതി മനസ്സിന് ഒരു കുളിർമയും സന്തോഷമൊക്കെ തോന്നാൻ. കൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രം ഗോകുലത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും നന്ദഗോപരുടെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കും. അങ്ങനെ കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ആനന്ദമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ കാളിന്തിയിൽ വെള്ളം കുടിക്കുന്ന പശുക്കളൊക്കെ അവിടെ മരിച്ചു വീണു. അതെന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു അതിഭീകരനായ ഒരു സർപ്പം, ഉഗ്രവിഷമുള്ള കാളിയൻ എന്ന സർപ്പം അതിൽ താമസിക്കാൻ വന്നിരിക്കുക. കുടുംബമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. കൃഷ്ണൻ ഒന്നും ചിന്തിക്കാണ്ട് കടമ്പ് വൃക്ഷത്തിൽ കയറിയിട്ട് ഒരൊറ്റ ചാട്ടം. കൂട്ടുകാരൊക്കെ ചാടല്ലേ കൃഷ്ണ ചാടല്ലേ എന്ന് പറയണതിന് മുമ്പ് ആൾ ചാടിക്കഴിഞ്ഞു. നേരെ അടിയിലെ നദിയുടെ അടിത്തട്ടിൽ പോയിട്ട് കാളിയനെ തച്ച് അവശനായതോടെ കാളിയൻ പറയോ ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞിട്ട് കാളിയൻ്റെ ഇതിൽ കയറിയിട്ടാണ് വരുന്നത്, തലയിൽ കയറിയിട്ടാണ് പൊന്തി വരണത് പുഴയിൽ നിന്ന്. അപ്പോഴേക്കും കൂട്ടുകാർക്കൊക്കെ സമാധാനമായി. കൃഷ്ണൻ പുറത്തേക്ക് ചാടി കാളിയൻ കുടുംബവും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ കാളിന്തിയെ ശുദ്ധീകരിച്ചു. ഇതിലൊക്കെ ഓരോ പ്രിൻസിപ്പിൾ അടങ്ങിയിട്ടുണ്ട്, അതിനൊന്നും പറയാൻ ഈ സമയം പോരാ. അപ്പം കംസന് ഇതൊക്കെ വിവരം കിട്ടുന്നുണ്ട്. കംസന് എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊന്നാലേ സമാധാനം കിട്ടുള്ളൂ, അവനവന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ. അങ്ങനെ എന്ത് ചോദിച്ചാൽ അങ്ങനെ ആൾക്കാരെ വിട്ടോ, മായാവികളായ രാക്ഷസന്മാരെ വിട്ടോ കൊല്ലാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ഒരു ചാപപൂജ, അതന്ന് പതിവുള്ളൊരു യജ്ഞമാണത്, ചാപപൂജ. അതങ്ങോട്ട് സംഘടിപ്പിച്ചിട്ട്
കൃഷ്ണനെയും ജ്യേഷ്ഠനായ ബലരാമനെയും ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അക്രൂരൻ എന്ന് പറയുന്ന യാദവനെ അമ്പാടിക്ക് വിടും. അക്രൂരനെ തന്നെ വിടാനൊരു കാരണം എന്താ വെച്ചാൽ അക്രൂരൻ കൃഷ്ണൻ്റെ ഭക്തനാണ്. അപ്പോൾ അക്രൂരൻ ചെന്നാൽ യാതൊരു മടിയില്ലാതെ നന്ദഗോപൻ കൃഷ്ണനെ പറഞ്ഞയക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ്. അങ്ങനെ അക്രൂരൻ ഒരു രഥമായിട്ട് അമ്പാടിയിൽ വരുന്നു. നിവർത്തിയില്ല, അക്രൂരനാ ചോദിക്കണേ. നന്ദഗോപൻ കൃഷ്ണനെയും രാമനെയും പറഞ്ഞയക്കും. രാമൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ. പോണ വഴിക്ക് അക്രൂരൻ പറയും, കംസൻ ഒരു ഗൂഢപദ്ധതിയായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത്, നിങ്ങളെ വധിക്കാനുള്ള പരിപാടിക്കാണ്. ഞാൻ നോക്കിക്കൊള്ളാം അക്രൂരരെ, വിഷമിക്കണ്ട എന്ന് കൃഷ്ണൻ പറയും. അങ്ങനെ ഇവരവിടെ മഥുരാപുരിയിലെത്തും. ചെന്നിറങ്ങിയ വഴിയേ നേരെ ഈ യാഗവേദിയിലേക്കാണ് പോകുന്നത്. അവിടെ വാതുക്ക 2 മല്ലന്മാർ നിൽക്കുകയാണ്, പർവ്വതത്തോളം വലിപ്പം, ആജാനബാഹുക്കളായിട്ടുള്ള ഇവർ ഈ 2 കുട്ടികളെ നേരിടാൻ, ചാണൂരനും മുഷ്ടികനും. അവർ ഇങ്ങനെ ഇവരെ പിടിച്ച് ഞെരുക്കി കൊല്ലാൻ വരുമ്പോഴേക്കും കൃഷ്ണൻ ഒരൊറ്റ ചാട്ടത്തിന് ചാണൂരനെയും മുഷ്ടികനെയും തച്ചു കൊല്ലും. എന്നിട്ട് വീണ്ടും അകത്തേക്ക് കിടക്കുമ്പോൾ അടുത്ത ദുർഘടം വരുന്നു. ഒരു വലിയ മദയാന, അതിൻ്റെ പേര് കുവലയാപീഠം എന്നാണ്. അതിൻ്റെ കൊമ്പ് തന്നെ ഉണ്ട് ഒരു 2 മീറ്റർ നീളം. അതിങ്ങനെ മദം പൊട്ടി ഓടി വരികയാണ്. കൃഷ്ണൻ ഒരൊറ്റ ചാട്ടത്തിന് അതിൻ്റെ മസ്തകത്തിലൊരു ചവിട്ട് കൊടുത്തതും മദയാന ദേ കിടക്കുന്നു താഴെ, ചത്തുപോയി. ഈ കൊമ്പ് 2 ഊരിയെടുത്ത് ഒരു കൊമ്പ് കൃഷ്ണനും ഒരു കൊമ്പ് രാമനും തോളത്ത് വെച്ചിട്ടാണ് പിന്നെ ഇവിടേക്ക് വരുന്നത്, യാഗവേദിയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കംസൻ ഇങ്ങനെ മഞ്ചത്തിലിരിക്കുക. കംസൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരെ 2 പേരെയും കണ്ടപ്പോഴേക്കും കംസൻ നടുങ്ങി തീർക്കുകയാണ് അങ്ങോട്ട്. പക്ഷെ അത് ഒന്നിനും കംസന് സമയം കൊടുക്കാതെ കൃഷ്ണൻ ഒറ്റ ചാട്ടത്തിന് കംസനെ മഞ്ചത്തിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് അടുത്ത ചാട്ടത്തിന് ഈ മുട്ട് വെച്ച് കംസൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ അമർത്തി കംസൻ ചോര ഛർദ്ദിച്ച് അപ്പം മരിക്കും. അങ്ങനെ നേരെ കൃഷ്ണനും ബലരാമനും കൂടി കാരാഗൃഹത്തിലേക്ക് പോയിട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും ദേവകിയും വസുദേവനെയും അവിടെ നിന്ന് മോചിപ്പിച്ചു. കംസൻ അവിടെ സ്വന്തം പിതാവായ ഉഗ്രസേനെയും കാരാഗൃഹത്തിലിട്ടുണ്ട്. അദ്ദേഹത്തെ മോചിപ്പിച്ച് മഥുരയുടെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ടാണ് കൃഷ്ണനും ബലരാമനും തങ്ങളുടെ ജോലി പൂർത്തിയാക്കുന്നത്. ഇന്നത്തെ കഥ, കൃഷ്ണൻ്റെ കഥ ഇവിടെ കൊണ്ടൊന്നും തീരില്ല. പക്ഷെ തൽക്കാലം നമുക്കിവിടെ ഉപസംഹരിക്കാം.